അന്താരാഷ്ട്ര ഗജദിനത്തിൽ ആനകൾക്ക് വിരുന്നൊരുക്കി വനം വകുപ്പ്. എറണാകുളം കോടനാട് അഭയാരണ്യത്തിലെ ഗജപരിപാലന കേന്ദ്രത്തിലായിരുന്നു വിഭവസമൃദ്ധമായ ആനയൂട്ട്. പ്രഭാത നടത്തവും വീരാട്ടും കഴിഞ്ഞെത്തിയ ഗജകേസരികൾക്ക് നിറപറയും നിലവിളക്കും വെച്ച ഔഷധക്കൂട്ടുകളടങ്ങിയ ഉരുളയാണ് ആദ്യം നൽകിയത്. തുടർന്ന് കരിവയറ് നിറയെ കരിമ്പും തണ്ണിമത്തനും പൈനാപ്പിളും ഏത്തപ്പഴവും നൽകി. അങ്ങനെ അഭയാരണ്യത്തിൽ അന്തേവാസികൾക്ക് ഗജദിനം കുശാലായി. 4 പിടിയാനകളും 3 കൊമ്പന്മാരുമാണ് നിലവിൽ കപ്രിക്കാട് ആന പരിശീലന കേന്ദ്രത്തിലുള്ളത്. 52 വയസ്സുകാരി സുനിത, 50കാരായ ഹരിപ്രസാദ്, അഭിമന്യു, പാലക്കാട് അട്ടപ്പാടിയെ ഉറപ്പിച്ച 46കാരൻ പീലാണ്ടി ചന്ദ്രു എന്നിവരാണ് അന്തേവാസികളിലെ മുതിർന്നവർ. 20 വയസ്സുകാരി ആശ, 19കാരി അഞ്ജന, കൂട്ടത്തിലെ കുറുമ്പുള്ള 18കാരി പാർവതി ഇവരായിരുന്നു ആനപ്പന്തിയിലെ താരങ്ങൾ. ആനകളെ ശത്രുക്കളായി കാണുന്ന മനോഭാവം മാറ്റി അവരെ സ്നേഹിക്കാനുള്ള മനസ്സുകൂടി മനുഷ്യർക്കുണ്ടാകണമെന്ന് പ്രകൃതി പഠന കേന്ദ്രം അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആർ ഡെൽറ്റോ എം മാറോക്കി പറഞ്ഞു. പിന്നെ വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഈ സമയത്ത് ആനയെ ശത്രുക്കളായി കാണുന്ന ഒരു മനോഭാവം പൊതുജനങ്ങളിലുണ്ട്. അതെല്ലാം മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സംരക്ഷണത്തിനായി പൊതുജനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. കേരള വനം വന്യജീവി വകുപ്പ്, സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, പ്രകൃതി പഠന കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഗജദിന പരിപാടികൾ സംഘടിപ്പിച്ചത്. അഭയാരണ്യത്തിൽ നടന്ന ആനയൂട്ട് കാണാൻ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണെത്തിയത്. കൈരളി ന്യൂസ്, കൊച്ചി.